Hello guys, welcome back to Free Fire Match Part 23. Part 23 അല്ല ഇത് പാർട്ടായിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഇന്ന് ഫുള്ള് റാങ്ക് പുഷിംഗ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കുറേ ഇവൻറ്റ്സ് കണ്ടിട്ടുണ്ട് കാണാൻ. ഈ നാളെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടു, ഇതൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഭയങ്കര സീനായിരിക്കും. ഡയമണ്ട്സ് ഒക്കെ നന്നായിട്ട് പൊട്ടും. നല്ല രീതിയിൽ ഡയമണ്ട്സ് ഒക്കെ വേണ്ടിയിരിക്കും. അതുകൊണ്ട് ലക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കിട്ടത്തില്ല, കാരണം കിട്ടിയ ലക്കായിരിക്കും. ഇത് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ എടുക്കുന്നതായിരിക്കും. പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ സ്പിൻ ചെയ്യണ്ട, 2-3 ആയിട്ട് ഒരുമിച്ച് സ്പിൻ ചെയ്തിരിക്കുന്നത് നല്ലത്. പിന്നെ ശരിക്കേണ്ട ഇതെങ്ങനെ യൂസ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, MB4 ഈ അക്കൗണ്ടാണോ വേറെ അക്കൗണ്ടാണോ? ഒരു കിഡിൽ സ്കിൻ ഉണ്ട്. ഇത് റാങ്ക് പുഷിംഗ് എന്ന് വെച്ചാൽ കുറേ എനിക്ക് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഗിൽ ടെസ്റ്റ് വയ്ക്കുകയാണ്. ഇവൻ്റെ ഗിൽ ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിൽ ഇവനെ എൻ്റെ ഗിൽഡിൽ കയറ്റുന്നതായിരിക്കും. ഗിൽ ടെസ്റ്റ് വയ്ക്കാൻ നേരത്തൊക്കെ അവൻ ഇറങ്ങിപ്പോയില്ല. പക്ഷേ ഇറങ്ങിപ്പോകാൻ കറക്റ്റ് സമയം. വരുന്നുമില്ല. വണ്ടാപ്പെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റൂമിലെന്ന് പറഞ്ഞപ്പോഴേ അവൻ ഇറങ്ങിപ്പോയി. സ്കോർ ഇല്ലേ എത്ര 4000 ഇത്ര ട്രാവൽ 4500 ഇത്രയായി. ഇപ്പം അത് പെട്ടെന്ന് എടുക്കാം, കുഴപ്പമില്ല. അതെങ്ങനെ ഇന്ന് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ട്രൈ ചെയ്യാം ഒറ്റക്കല്ലേ ഉള്ളൂ. Oh, a new place to unleash my passion.
ഇപ്പം ഇവിടെ എനിമിയില്ല. ഇപ്പം ഇവിടെ കുറച്ച് നേരം ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇറങ്ങിപ്പോയാൽ ഉറപ്പായിട്ടും ചാവും. നല്ല പ്രോ പ്ലേയേഴ്സൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാത്തതുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ മാത്രം വരില്ല. അപ്പം മാക്സിമം ഇവിടെ തന്നെ സോണുണ്ട്. കുഴപ്പമില്ല, കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കാം. പെടിക്കേണ്ട കാര്യമില്ല. കുറേ നേരമായിട്ട് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. Free fire. Oh, a new place to unleash my passion. അവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പിള്ളേരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി ആർച്ചയിൽ കയറി പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. അല്ലാതെ ആർച്ചയിൽ പോയിട്ട് അവിടെ നിന്ന് ഇതുണ്ട് സിഗ്നലിൽ കിടക്കുക. ആ വഴി മാത്രമേ കിടക്കുള്ളൂ. അല്ല അതിൻ്റെ സ്ഥലം പോലും ഇല്ല. ഇവിടുത്തെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു സിഗ്നലുണ്ടല്ലോ, അതിൽ കയറിയാണ് പോകേണ്ടത്. ഇവിടെ വണ്ടിക്ക് ലാൻഡ് ആവരുത്. ഹൈ ഡാമേജായി. എന്താ ലാഗ് അടിച്ച് ക്രിമിനലി ലെജൻഡറി ഇതൊക്കെയാണ് ക്രിമിനലി. പിന്നെ മറ്റേ മിനാട്ടോ ക്രിമിനലും മിനാട്ടോ ഒരു ഓരോ കിട്ടില്ല. ലെജൻഡറി പ്ലേസ് ആയിരിക്കും. എനിക്ക് അവിടെ പറയാൻ തോന്നുന്നുണ്ട് മിനാട്ടോടെ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും അയച്ചു തരാൻ പറ്റും. സീനാവും. ഡ്രോപ്പിംഗ് ക്ലോസ് ബ്രോ. ഇത് എനിമിയല്ലേ? ഈ കാണുന്ന എനിമിയാണോ? എടേ എനിമിയല്ലേ ഇത്? എനിമി തന്നെയാണോ ബ്രോ? എനിമിയാണോ? എനിമി അരെ ബായ് എനിമി. ഇടിക്കാനും പറ്റത്തില്ല. എന്ത് ലാഗാണ് ഞാൻ പറഞ്ഞത്. കട്ട ലാഗുണ്ട്. അതിനോട് കളിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ കൂടെ കട്ട ലാഗ്, ചുമ്മാ ലാഗില്ല. എനിമി അടിക്കുമ്പോൾ നല്ല ലാഗുണ്ട്. ഇപ്പം കളി തുടങ്ങുന്ന മുമ്പേ ഇപ്പം കളി തീരുമല്ലോ. എന്ത് ലക്കല്ലേ? ആ കളി വിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളി കിട്ടല്ലോ. പോണേ എന്താ ഐശ്വര്യം തോറ്റില്ലേ? എന്താ അനങ്ങാത്ത? അവന് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ
അവൻ ദൂരെയാണെന്ന് തോന്നുന്നു. അയ്യോ പറഞ്ഞിട്ട് അറിയില്ല. ഇനിയല്ല ഇവൻ്റെ അല്ല, ഇവൻ വന്ന് റിവൈവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എന്നെ ഇങ്ങനെ മതി. ഓടിക്കോ ഓടിക്കോ. ഗ്ലൂ ഇട് ഗ്ലൂ ഗ്ലൂ ഇട് ഗ്ലൂ ഇട്. അതുപോലെ നല്ല രീതിയിൽ മൈനസ് ഇട്ടുണ്ട്. എൻ്റെ മോനെ -31 തീർന്ന്. വെറുതെ ചൊറിയാൻ പോയതല്ല കണ്ണ് കിട്ടിയെന്നും പറഞ്ഞ്. ഡിസ്റ്റൻസ് എത്രയാ നോക്കട്ടെ. 3000 2000 കൂടി. എത്ര? 13,000 മതിയോ? അയ്യേ ഓരണോ? അയ്യേ അയ്യേ 16 കാണാൻ എന്തായാലും ബിയർ കളിക്കുന്നു. നല്ല കാര്യം. അത്ര ഇത് കൂടിയല്ലോ. 5 ആണ് ഇതുവരെ ബിയർ കളിക്കുന്നത്. ഗ്രീൻ വില്ലേജിൽ പോകാം ഗൈസ്. നമ്മൾ ആദ്യം ഡബിൾ ബട്ടർ എടുത്തോണ്ട് വന്ന് കില്ലായിട്ടുണ്ട്. അന്നേരം 2 കില്ല് എടുത്തിട്ട് വീണ്ടും എന്നെ കൊന്നു. പിന്നെ നമ്മൾ ലീഫ് വില്ലേജിൽ പോയിട്ടൊരു കില്ല് എടുത്തിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഇങ്ങോട്ട് വേണ്ട. ഈ സ്ഥലം എനിക്കറിയാം. ട്രാപ്പായി പോകും ഗൈസ്. ഇനി നല്ല അനുഭവമുള്ള വന്നിട്ട് ട്രാപ്പായി പോകും. പിന്നെ പോകാൻ പറ്റൂല. അതിനിടയ്ക്ക് എനിമിയുണ്ടേ. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നീടാ പൊന്നു. ഒരു ഹെഡായിരുന്നു. അവനിക്ക് നമ്മൾ ഒളിച്ചെരുന്നതാണ് ഏഷ്യൻ്റെ ഒരു ഗൂ കളി കിട്ടിയത്. 31 പ്ലേ മതി. വല്ല അച്ചീവ്മെന്റ് കിട്ടിയോ നോക്കട്ടെ. ഡബിൾ ബട്ടർ എന്ന കളി മാറും. +25 50. അപ്പം നമുക്ക് 50 ആകുമ്പോൾ സ്പിൻ ചെയ്യാം. എനിക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? ഒരു ഗിൽ ടെസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആരെയും കാണുന്നു. ഒരുത്തൻ പേടിച്ചു പോയി. 18,000. പിന്നല്ല. സെറ്റ്. നീ എങ്ങനെയെങ്കിലും ഒരു 2000 ഒപ്പിച്ചാൽ ഒരെണ്ണം കിട്ടും. പിന്നെ 6 കാണാൻ ബിആർ കളിച്ച് 16 ആക്കണം. പിന്നെ 16 കാണാൻ CS. നാളെയും കൂടെ ഉണ്ടല്ലോ. സെറ്റാക്കിയിട്ട് പിന്നെ പ്ലേ ബിആർ എലിമിനേറ്റ് 10 നിമിഷം. അതാണ് 8. എന്നിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഈ വെട്ടുകത്തി എടുത്തിട്ട് 2 തൊഴിലിന് എടുക്കണം. ഒറ്റ ബോറടിച്ച് തുടങ്ങി ബിആർ കളിച്ച് സ്പിൻ ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് സാധനം
ഉള്ളൊരു കുറച്ച് സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് കയറി ടച്ച് എടുത്തിട്ട് നമുക്ക് പോകാം. അപ്പം ഗ്രീൻ വില്ലേജ് ടച്ച് എന്നെങ്കിലും പറയാം, അത് കയറുന്നെങ്കിലും പറയാം. എനിക്ക് എന്തൊക്കെയോ റിവാർഡ് ക്ലെയിം ആയി തോന്നുന്നു. തോംസൺ ഉണ്ട് എനിക്ക് അത്യാവശ്യം നല്ല എൻ്റെ ഫേവറേറ്റ് ഒക്കെ തന്നെ. എൻ്റെ ഫേവറേറ്റ് ഗൺസ് എന്ന് വെച്ചാൽ ഇല്ല, തോംസൺ, SVD എന്ന് വെച്ചാൽ SVDയും SVD-Yയും MP40 MP5 മാക്സ് എന്ന് വെച്ചാൽ അത് ഫേവറേറ്റ് എന്നല്ല, അത് വെച്ച് കളിക്കുക ആ രീതിയുള്ള. പിന്നെ ഡബിൾ വെറ്റർ എൻ്റെ ഫേവറേറ്റ് ആണ്. SVD 2 SVDയും പിന്നെ AWയും സിംഗിൾ AW വെച്ച് കളിക്കുന്ന ഇഷ്ടമല്ല, AW ലൈക്ക് അക്ഷയ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇതുവരെ, കളിച്ചിട്ടില്ല, AW വെച്ച് കളിച്ചിട്ടില്ല. ചാടാനും പറ്റുന്നില്ല, അതേ സ്കിൽസൊക്കെ ഒന്ന് പോയി. ബ്രോ അത് കയറിയിട്ടില്ല. പൊന്മുടി എന്ത് വരുന്നത്? ആടൊക്കെ പടം. ഇവിടെ ഒരു എന്തായാലും ഒരു നമ്മുടെ ചിറകൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു സാധനം പറന്നു പോകുന്ന രീതിയുണ്ട്. അത് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയുന്നില്ല. മോനെ കിടിലെ ഫോട്ടോ അല്ലേ? നാളെ ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ നാളെ വരുന്നതായിരിക്കും. വെള്ളത്തിൽ ഷാർക്കും കൂടെ ഉണ്ടോ? ഈ നമ്മുടെ ഇല്ല, ഇതൊരു സ്ഥലം ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് നമ്മുടെ അവിടെ വെള്ളമാണ്. ഈ സ്റ്റോൺ എന്തോ വരുമ്പോൾ വെള്ളം പൊങ്ങി വരും. അവിടെ ഷാർക്കൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ഞാൻ നിന്നെന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് എന്തോ ആരോ നടക്കുന്നതാണൊക്കെ തോന്നുന്നു. എൻ്റെ തന്നെ ആയിരിക്കും ഇത്. ഇവിടെ ഇപ്പോൾ എനിമീസ് ആരും ഇതുവരെ വന്നില്ല, പാതിച്ചിറങ്ങി പോകും. ഡബിൾ വെട്ടർ എത്ര ലാഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് എനിക്ക് കളിക്കാം. എന്നാലും ഡബിൾ വെട്ടർ അവസരം വരെ ഉണ്ടെങ്കിൽ ബൂയ വരെ ഇല്ല, ബൂയ എത്തൂല, എന്നാലും എത്തായിരുന്നു. കാർക്ക് തേടാ കൊള്ളാം. ഇവിടെ നല്ല ലൂട്ടൊക്കെ ഉണ്ട്, നല്ല കിട്ടില്ല ലൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പക്ഷീനെ ഇട്ട് പറന്ന് അവിടെ പോകുന്ന ഒരു ഫോട്ടോ കണക്ക് ഉണ്ടല്ലോ, അതെങ്ങനെ കിട്ടുന്നതെന്ന് അറിയൂ? അതെങ്ങനെ ട്രിക്കോ വല്ല ചെയ്യേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിൽക്കണം, അല്ലെങ്കിൽ അതിനെക്കടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗ്രീൻ വില്ലേജ് നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഗൈസ് ഇത് ശരിക്കും ക്രീപ്പിയാണ് ഗൈസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഏതായിരിക്കും? ഗ്രീൻ വില്ലേജ്, ഹൈഡൻ ഗ്രീൻ വില്ലേജ്. ഇത്രയും നാൾ തൊണ്ടായിട്ട് ഞാൻ എപ്പോഴാണ് അറിയുന്നത്? അവിടെ ഇനി എന്ത് സംഭവിക്കും നോക്കാം, അത് ഫില്ലാകുമ്പോൾ. അമ്മേ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഫില്ലാവുന്നുണ്ട്. ക്രീപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതുവരെ കില്ലൊന്നും എടുത്തില്ല ഞാൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് ഇതെന്താ സംഭവം നോക്കട്ടെ. കാർക്ക് 98K. കാർ 98K. സ്കാറൊക്കെ ഉണ്ടായിരുന്നു, അത് എടുക്കാമായിരുന്നു, പക്ഷെ എടുത്തില്ല. എന്തായാലും ഹോണർ സ്കോർ കൂടി കാണും. നമ്മൾ കുറേ ദൂരം നമ്മൾ റണ്ണും ചെയ്തു. എന്തായാലും നല്ല കാര്യങ്ങൾ കുറേ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങാണ് എനിമീസ് ഉണ്ടെങ്കിൽ ഒരു കില്ലെങ്കിലും എടുക്കാമായിരുന്നു. അർസണൽക്ക് ഇവിടുന്ന് വല്ലതും കിട്ടുമോ നോക്കട്ടെ. അർസണൽക്ക് മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം വെയിറ്റ്. ഇൻഫോ ബോക്സ്
ഗൈസ്, ആർസനലിലേക്ക് ഇവിടെ നിന്നില്ല. എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. അതിന് ബാക്ക് കിട്ടിയിട്ടുണ്ട്. CS രണ്ടാണം 4 CS. Eliminate one enemy in hidden village. At the red with the red moon airdrop. അതെപ്പം അടുത്തതായിട്ട് യൂസ് നിഞ്ചുട്സു അതെടുത്തില്ല. അടുത്ത നിഞ്ച റിയൂണിയൻ. ഷബ് വേണ്ടപ്പോൾ മൂടില്ല. ഇനി വല്ലോണ്ട് നോക്കട്ടെ. ഞാൻ പുള്ളി നോക്കില്ല. ഇത്രേ കാണത്തുള്ളൂ. നല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അവിടെ പറയാൻ്റെ സ്കിൻ പറയാങ്ങിൻ്റെ കൈ പിടിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റേ ഗെയിമർ ഗോഡ് ദി TB. അപ്പം അല്ല, ഇത് 3 സ്കിന്നായിട്ടുണ്ട്. ഇത് സൈത്തേടെ വേണം, ഇതിൻ്റെ വേണം. ഇത് കംപ്ലീറ്റ് ആവുമല്ലോ. കുണാടെ ഒക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ നോക്കില്ലല്ലോ. 39 മോനെ. നമുക്ക് എന്തൊക്കെ ടാസ്ക് ഉണ്ട്? 43 മിനിറ്റ് ആയിരുന്നു. കുറച്ച് മതിയല്ലോ. ജബോയ് ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യും. അനി നമുക്കൊരു കസ്റ്റമും വേണ്ട. നമുക്കൊരു ക്രാഫ്റ്റ് വേണ്ടി വരാം. പെട്ടെന്ന് കളിയൊന്നും തരും. നമുക്ക് കുത്തിപ്പിടിക്കാം. അവൻ ലെഫ്റ്റ് പോയിട്ടുണ്ട്. ആദ്യത്തെ കളി തന്നെ ഞാൻ ഒരു വണ്ടാപ്പിടിച്ചെന്ന് കൊടുത്ത്. ലെഫ്റ്റ് ഈ കളിയും കൂടെ എടുത്ത് നമ്മൾ കളിക്കുന്നതായിരിക്കും. അവൻ ഡെസേർട്ടിൽ 3 കളി എടുത്ത്, ഞാൻ ഡെസേർട്ടിൽ ഒരു കളി എടുത്ത്. ശരിക്കും അല്ലേ ഡാമേജ് കാണിക്കാത്ത എന്തായിരുന്നു നോക്കട്ടെ. ഡാമേജ് കാണിക്കാത്ത കളി തീർന്നില്ലേ? 8 കളിയാക്കിയെന്ന് തോന്നല്ലോ. വല്ല പ്രശ്നം പറ്റിയോ? ഹാക്കറാണ്. ഇപ്പഴാണ് പോയത്. എനിക്കൊന്നും ചെറുക്കൻ ലെഫ്റ്റായി പോയതാണ്. വലിയ ന്യൂ പ്രാങ്ക് ചെയ്ത അവസാനം പണി കിട്ടിയതായിരിക്കും. ഇതേ കുറെ കിട്ടും. CS കളിച്ചിട്ട് ബാക്കിയുള്ള Free Fire India is set in a virtual. The rank of player
കിട്ടില്ലല്ലോ. കിട്ടില്ല ഇളക്കുണ്ടല്ലോ ഇന്നത്തെ ദിവസം. ഒറോച്ചിമാറു മാത്രമാണോ? ഒറോച്ചിമാറു മാത്രമാണെങ്കിൽ പറയാം. എല്ലാവരും വന്ന് മിനാട്ടോ വന്ന് ഏതൊരു ഇത് പച്ച ക്രിമിനല്ലോ എല്ലാ ക്രിമിനല്ലോ എനിക്ക് കളർ ഇപ്പോൾ ഓർത്തില്ല. ചത്ത് ആ നോക്കാം. Double takedown. കളിയാ എനിക്ക് 10 ഇനി എനിക്ക് 8 ആനിമേഷൻ I need blue wall. Head there. ഒറോച്ചിമാറു സൈഡിലുണ്ട്. പല സൈഡിലും കിഡില്ലായിരുന്നു. ഹൈയസ്റ്റ് ഡാമേജ് കൊടുത്തത് ഞാനല്ല. ഒറോച്ചിമാറു നോക്കടിച്ച് ഹെഡ്ഷോട്ടോ മോനെ. ഇതൊക്കെ പ്ലേസ് അപ്പുറത്തെ പ്ലാറ്റിനം 5 ഇവിടെ പ്ലാറ്റിനം നമുക്ക് കളിയിരിക്കതല്ലേ ഉള്ളൂ. ഞാനിപ്പം ഡയമണ്ട് 5 ഇല്ലായിരുന്നു. ഡയമണ്ട് 5 താഴോട്ട് പോയതാണ്. അതിനെപ്പറ്റി പറയാതിരിക്കുന്നു. 200 റുപ്പീസിലേ ഉള്ളൂ. MP5 വെച്ച് കുത്തും അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ MP40 വെച്ച് പൊക്കി വിടാനാണെങ്കിൽ അവസരം കിട്ടില്ല. ഞാൻ ഉറച്ചിനെ കൊല്ലണമെന്ന് പറഞ്ഞ് പൊക്കി വിട്ട് കൊല്ലാമെന്ന് പറയുന്നപ്പോഴത്തേക്ക് ആ സൈഡിൽ മേളിൽ നിന്ന് അപ്പോൾ അവനെയും കൂടെ നോക്കിയപ്പോഴാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് ഞാൻ പുറത്തിരിക്കുന്നേ എന്നെ ദൂരെ നിർത്താൻ നോക്കടിച്ച് ഞാൻ അവൻ്റെ തൊട്ടടിച്ചൊരു അവന് വേണമെങ്കിൽ സുഖമായിട്ട് റിവൈവ് ചെയ്യാം. നോക്കിയപ്പോൾ ഈ തറകാൻ കണ്ണാൻ വഴി ഓടുന്നു. അവൻ ബെറ്ററായി കാണിച്ചോണ്ടു. ഇനി ശിവ എപ്പോഴും നോക്കാം. അവന്റെ ഫ്രണ്ട് കാണിച്ചു കൊടുക്കണല്ലോ. റിവെഞ്ച് എടുക്കാം. തന്നത് സിംഗിൾ എപ്പിസോഡ് ഇപ്പോഴും സിംഗിൾ എപ്പിസോഡ് ആണ്.
റിവൈവ് മതിയാനിക്ക് വരുന്നത്. ആ തോറ്റാ. Double Help me! ഗായ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബ്രോ. ഞാനത് ജയിക്കുന്നത് വിചാരിച്ചില്ല. 隠している力があるなら出し惜しみはしなくていいぞ。 Don't hesitate to use it. This is not a test, but a chance for you to learn through trial and error. മച്ചാനെ 私はこの世を解き明かすもの、すべてを手にするものなのだ。 തുറച്ചു അത് ഫോട്ടോ സ്പിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെお前はすでに現実の中だ。 ഒന്നും കിട്ടില്ല. お前はすでに現実の中だ。 ആകുണ്ടെങ്കിൽ നല്ല കിട്ടും. ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് you will become stronger എന്ന് お പറഞ്ഞ് 前は എന്തായിരിക്കണം すでに തന്ന്. 現実の中だ。 അപ്പൊ ഇനി ടോപ്പ് അടുത്തായിട്ട് ടോപ്പ് ചെയ്തിട്ട് ഇനി ഇതെടുക്കണോ അത് വേറെ വല്ലതും എടുക്കണോ നിങ്ങൾ കമന്റ് ചെയ്യാ. അത് കിടിലായിരുന്നു. 私はこの世を解き明かすもの、 ഇതില് すべてを手にするものなのだ。 ഒബീട്ടോ റിങ് വന്നിട്ടില്ല. അതാര പേനുണ്ടോ കിട്ടില്ലാണ് ഇത്. കളി പോയി. ഏസ് അടിക്കാൻ വന്നിട്ട് മിസ്സായി പോയി. ഞാനിങ്ങനെ കണ്ടില്ല. Já era do joelho, do olho picado, eu acabo de vir pro joelho, mas já não കൊറേ നാള് കൂടിയിട്ട് മൈനസ് എന്താ ഒരു ഉറക്കി സെക്കൻഡ് കളി ഉറക്കി കിട്ടി. M80 വെച്ച് M80 നെറ്റ്സ് വെച്ച് അടിച്ചിട്ട് നല്ല ഹൈ ഡാമേജ് കൊടുത്ത് കിട്ടി. അവസാനം MP40 വെച്ച് പൊക്കി ഇതിനെ ടേക്ക് ഡൗൺ ചെയ്ത്. MP40 വെച്ച് ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ മറ്റേ സംഭവം ഒരു മരം ഒരു മൂലയ്ക്ക് ഇരുന്ന് ഇവിടെ ഇമോട്ട് ഇങ്ങനെ ഇടുമായിരുന്നു. ഇങ്ങനെ അവിടെ മൂലയ്ക്ക് ഞാനാണ് സൈഡിൽ കൂടെ വന്നിട്ട് ഞാൻ കളിയേക്കും തോന്നുന്നു. പിന്നെ അത് മാസ്റ്റർ അടിച്ചൊരു പേരാണ്. മാസ്റ്റർ ആണ്. ഇപ്പൊ സീസൺ വന്നപ്പോൾ പോയതായിരുന്നു. മാസ്റ്റർ ആയിരുന്നു. BRO CSO തോപ്പിച്ചിട്ടുണ്ട് നൈസായിട്ട്. അതല്ലെങ്കിൽ ഞാൻ തോപ്പിച്ചു കൊടുക്കുമല്ലോ. ഹലോ കേൾക്കുന്നുണ്ടോ? അത്യാവശ്യം സെറ്റായിട്ടുണ്ട്.